ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്ന ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇഞ്ചുറി വരാനുള്ള ആദ്യമായിട്ട് ബിഗ്നേഴ്സൊക്കെ ഈ പറഞ്ഞ എടുത്താൽ പൊങ്ങാത്ത വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കുറവാണ്. ഈ ജിമ്മിൽ നിന്ന് പതിവായിട്ട് ഇഞ്ചുറി പറ്റി വരുന്ന കേസുകൾ എന്തൊക്കെയാണ്? അവർക്കുള്ള ഗൈഡൻസ് എങ്ങനെയാണ്? ജിമ്മിൽ പോയാൽ ഇഞ്ചുറി ഓൾമോസ്റ്റ് ഉണ്ടാവും. അത് വരാതെ നോക്കുന്നതാണ് എപ്പോഴും ഐഡിയൽ എന്ന് പറയുന്നത്. ജിമ്മിൽ പോകുമ്പോൾ ഏറ്റവും പ്രശ്നം എന്താണ്, നമ്മൾ വാമപ്പ് ഇല്ലാതെയോ ഒരു സ്ട്രെങ്തനിങ് ചെയ്യാതെ നമ്മൾ നേരെ ചെന്ന് വെയ്റ്റ്സിലേക്ക് കിടക്കും. അതൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇഞ്ചുറീസ് വരുന്നത്. ആൻഡ് ഇതെല്ലാം നോക്കിയിട്ടും വരുന്ന ഇഞ്ചുറീസ് ഉണ്ട്. അത് ദാറ്റ് യു ക്യാൻ പ്രിവെൻറ്റ്. കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു പുള്ളപ്പ് ചെയ്യുമ്പോഴായിരിക്കാം ഷോൾഡർ ഇഞ്ചുറി വരാം. റിക്കറൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ബോഡിയുടെ നേച്ചറാണ്, ചെയ്യുന്ന ടെക്നിക്സിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ വാമപ്പ്, കണ്ടീഷനിങ്, സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തിട്ട് വെയ്റ്റ്സിലേക്ക് കിടക്കണം. അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജിമ്മിൽ പോകണ്ടെന്നുള്ള അർത്ഥമല്ലല്ലോ, പോകുമ്പോൾ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ഭയങ്കര ഡെഡ് ലിഫ്റ്റ്, ഭയങ്കരമായിട്ട് വെയ്റ്റ്സ്, ലോവർ ബാക്കേക്ക് ഉള്ള ഒരാൾ ഞാൻ പേഴ്സണലി പറയും ചെയ്യരുത്. അത് എത്രയൊക്കെ നമ്മൾ പ്രോപ്പർ മെക്കാനിസമാണ്, നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പാറ്റേണിൻ്റെ ആണ്, പൊസിഷനിങ്ങിൻ്റെ ആണെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് കോസിങ് സം ട്രബിൾ. നമ്മൾ കാണുന്നതാണ്, പേഴ്സൺസ് വന്ന് പറയുന്നതാണ് എല്ലാ ടെക്നിക്സും കറക്റ്റായിരുന്നു, സപ്പോർട്ട് ബെൽറ്റ് ഇട്ടത് എല്ലാം ഇട്ടാലും വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക. മുട്ടുവേദനയുള്ള ഒരാൾ ട്രെഡ്മില്ലിൽ ഓടരുത്, ഭയങ്കരമായിട്ട് മുട്ടുവേദന കൂടും. അപ്പോൾ അതെന്ത് ചെയ്യണം, എലിപ്റ്റിക്കലോ സൈക്ലിങ്ങോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എക്സസൈസ് ക്യാൻ ബി ഡൺ ഇൻ സെവറൽ വേസ്. അപ്പോൾ അതിൽ നമ്മൾക്ക് പറ്റുന്ന തരത്തിൽ അഡാപ്റ്റ് ചെയ്യുക. ഇപ്പോൾ പുള്ളപ്സ് ചെയ്യുമ്പോൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഉള്ള ഒരാൾക്ക് പറ്റാറില്ല. അപ്പോൾ അതല്ലാത്ത ബാക്കിയുള്ള എക്സസൈസുകൾ ചെയ്യണം. ഒരു എക്സസൈസ് മാത്രമല്ല നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് എക്സസൈസുകളുണ്ട്. അപ്പോൾ ട്രൈ ടു അഡാപ്റ്റ്, അതാണ് അതിൻ്റെ ഉള്ള ഫസ്റ്റ് വർക്ക്. ഓക്കെ. ഈ ജിമ്മിൽ നിന്ന് യൂഷ്വലി വരുന്ന കേസുകൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോൾഡർ ഇവിടെ തുടങ്ങാം. ഷോൾഡർ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് ആണ് ഏറ്റവും കൂടുതൽ ആണല്ലേ. റൊട്ടേറ്റർ കഫ് ഭയങ്കരമായിട്ട് വരും. ഷോൾഡർ ഇഞ്ചുറീസ്, ബാക്ക് ഏക്ക്, ബാക്ക് പെയിൻ, ഡിസ്ക് ബൾജ്, ഇത് മൂന്നും വളരെ കോമൺ ആണ്. ദെൻ നീ പ്രോബ്ലംസ് ആണ്. ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ നീ പെയിൻ ആയിട്ട് വരും. കിറുകിറുപ്പ് എന്ന് പറയും, ശബ്ദമായിട്ട് വരും. ഡോക്ടർ സ്റ്റെപ്പ് കയറുമ്പോൾ മടക്കി നിവർത്തുമ്പോഴൊക്കെ വരുന്നു. ആങ്കിൾ സ്പ്രെയിൻ വരാറുണ്ട്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ റെയർ ഇഞ്ചുറീസ്, വെയിറ്റ് കാലിൽ വീഴുന്നു, ചെറിയ ഫ്രാക്ചർ അടിക്കുന്നു, അല്ലെങ്കിൽ ചെസ്റ്റിന് നമ്മുടെ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഇഞ്ചുറീസ്, ഇതെല്ലാം റെയറാണ്. ബാക്കിയുള്ളതെല്ലാം കോമൺ ആണ്. അത് ഈ പറഞ്ഞ പോലെ ബാക്കേക്കുള്ള ഒരാൾ അതനുസരിച്ച് ചെയ്യുക. പുള്ളപ്പ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, സ്ട്രെങ്തനിങ് കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഗെറ്റ് യുവർ ഡയഗ്നോസിസ് ഫസ്റ്റ്. എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഗോ ബാക്ക് ടു ജിം. ചിലപ്പോൾ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറയും. അപ്പോൾ അതിന് റൊട്ടേറ്റർ കഫ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട് എക്സസൈസ്. അതൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ യു ആർ ടെല്ലിങ് യുവർ ബോഡി യു ആർ ഗോയിങ് ടു ഡു സച്ച് എക്സസൈസസ്, ബി കെയർഫുൾ എന്ന് ബോഡീനെ തന്നെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ വാമപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടറിൻ്റെ തന്നെ ഒരു റീലിൽ ഞാനിങ്ങനെ കേട്ടിരുന്നു, അതായത് നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മുടെ മസിൽ റിക്കവറി ടൈം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരാൾ അപ്പോൾ ഒരാഴ്ച എത്ര ദിവസം ജിമ്മിൽ പോകണമെന്നാണ് അപ്പോൾ പറയുക? വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ എന്നാണ്. നമ്മൾക്ക് റെഗുലർലി ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണെങ്കിൽ 3 days മതി. മോർ ദാൻ 3 days പോകേണ്ട കാര്യമില്ല. ഓക്കെ. ആൻഡ് ഇഫ് യു ആർ എ ബോഡി ബിൽഡർ, ദിസ് ഈസ് യുവർ പ്രൊഫഷൻ ആൻഡ് പാഷൻ, മേ ബി യു ക്യാൻ ഡു അറ്റ്ലീസ്റ്റ് 5 times എ വീക്ക്. 5 times കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അവർ ബാക്കിയുള്ള 2 ദിവസം എന്താ ചെയ്യേണ്ടത്? സ്ട്രെച്ചിങ് ചെയ്യുക, സ്ട്രെങ്തനിങ് ചെയ്യുക, സ്വിമ്മിങ്, കാർഡിയോ എക്സസൈസ് കാര്യങ്ങളും ചെയ്യുക. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മസിൽ ഗ്രോത്തിന് നമ്മളുള്ള ഒരു ടൈം കൊടുക്കണം. മസിൽ ഗ്രോത്ത് ഇപ്പോൾ ഒരു കേൾക്കുന്നവർക്കറിയാം, ജിമ്മിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും പിറ്റേ ദിവസം, ആ പാർട്ട് നടക്കാൻ പറ്റില്ല. അതെന്താ? അതിൻ്റെ പേരാണ് ഡോംസ്, ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് എന്ന് അതിൻ്റെ പേര്. ആ മസിലിന് എങ്ങനെയാണ് ഗ്രോത്ത് വരുന്നത്? യു ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് മൈക്രോ ടയേഴ്സ് ഇൻ മസിൽസ്. ആ റിപ്പയറിങ് പ്രോസസ്സ് കഴിയുമ്പോഴാണ് മസിൽ ഗ്രോത്ത് വരുന്നത്. ആ മസിൽ ഗ്രോത്തിന് ഫസ്റ്റ് ഇസ് റെസ്റ്റ്, സെക്കൻഡ് ഇസ് യു ഹാവ് ടു ഗീവ് പ്രോട്ടീൻ, വാട്ടർ ഇൻടേക്ക്. അപ്പോൾ നമ്മൾ ആ റിക്കവറിക്ക് മുന്നേ തന്നെ പിന്നെ ആ സിസ്റ്റം ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഗോണോ ഡെവലപ്പ് ഇൻ ടു മസിൽ, അല്ലെങ്കിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല, കൂടുതൽ ഡാമേജേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 3 days ഒക്കെ മതി. ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാം. ജിമ്മിൽ തന്നെ പോയി വെയിറ്റ് ട്രെയിനിങ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ പോവാം. സ്വിമ്മിങ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കമെൻഡഡ് എക്സസൈസസ്. അത് ചെയ്യാം. ഒരു ദിവസം ഫുൾ സ്ട്രെച്ചിങ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. ഈ നടത്തത്തിൻ്റെ കാര്യം പറയുമ്പോഴേ എക്സസൈസിൻ്റെ പരിഗണനയിലേ പെടുത്താത്തൊരു കാര്യമാണ് വാക്കിംഗ്. വാക്കിംഗ് ഇസ് ജസ്റ്റ് നമ്മളൊരു വാമപ്പ് ആയിട്ട് മാത്രം കണക്കാക്കിയാൽ. അതുപോലെ എൻ്റെ ഒരു റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ജനിച്ച കാലം തൊട്ട് ചെയ്യേണ്ട കാര്യമാണ് നടത്തം. ഇതുപോലും ചെയ്യാത്തവരുടെ അടുത്ത് പറയുന്നതാണ് അറ്റ്ലീസ്റ്റ് നടക്കൂ എന്ന് പറയുന്നതാണ്. നടത്തം ഒരിക്കലും ഒരു എക്സസൈസായിട്ട് അങ്ങനെ കൂട്ടരുത്.
ഒരു പ്രായം കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും പോകാൻ സമയമോ കാര്യങ്ങളോ കിട്ടാത്ത ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാക്കിംഗ്. സിമ്പിൾ എക്സസൈസ്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ എല്ലാവർക്കും ഒരു ഫിറ്റ്നസ് വാച്ച് ഇല്ലാത്ത വളരെ കുറവാണ്. നിങ്ങളൊരു 15 മിനിറ്റ് നടക്കുന്നതും 15 മിനിറ്റ് സൈക്കിൾ ഔട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഭയങ്കരമായിട്ട് കാലറി ബേൺ ചെയ്യും, ഭയങ്കരമായിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആവും. അതെന്തുകൊണ്ടാണ്? അത് കൂടുതൽ സ്ട്രെയിൻ വേണം. അപ്പോൾ ദാറ്റ് മീൻസ് വാക്കിങ്ങിനേക്കാൾ എത്രയോ മടങ്ങ് ഗുണമുള്ളൊരു സാധനമാണ് സൈക്ലിങ്ങോ സ്വിമ്മിങ്ങോ. അപ്പോൾ അതല്ലേ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. എക്സസൈസ് ആണോയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഏതാണ് എക്സസൈസ്? നമ്മൾക്ക് കൂടുതൽ കാലറി ബേൺ ചെയ്യുന്നു, വി ഗെറ്റ് ടയേർഡ് ആൻഡ് യുവർ കാർഡിയോവാസ്കുലർ എക്സസൈസസ് ആയിട്ട് അത് മാറുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി വാക്കിംഗ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനേക്കാളും പുഷ് ചെയ്യാൻ പറ്റുന്നവർ അത് പുഷ് ചെയ്യുക, ഓർ അറ്റ്ലീസ്റ്റ് 30 to 40 minutes ഓഫ് വാക്കിംഗ്. ഓക്കെ. ഇതുപോലെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെറിയ നമ്മളെ നെഗ്ലിജൻസ്, ഈ പറഞ്ഞ പോലെ നമ്മളെ ചെറിയ ശീലങ്ങൾ ലോങ് ടൈമിൽ നമ്മളുടെ സന്ധികൾക്കും ഈ പറഞ്ഞ എല്ലുകൾക്കും ഭയങ്കരമായിട്ട് ദോഷം ഉണ്ടാക്കുമെന്ന് കരുതുന്ന കാര്യങ്ങൾ ആസ് എ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കരുതുന്ന കാര്യങ്ങളല്ല ആണ്. ഇപ്പോൾ ഒരു സ്റ്റഡി വന്നതിൽ പറയുന്നത് സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. ഏറ്റവും കൂടുതൽ ഡെസ്ക് ജോബ് ഉള്ള ഒരാൾക്ക് ഭയങ്കര പ്രശ്നമാണ് അവരുടെ ഹെൽത്ത്. അവർക്ക് ട്രങ്കൽ ഒബീസിറ്റി എന്ന് പറയും. വയറിന് താഴെ അല്ലെങ്കിൽ ലോവർ അബ്ഡോമൻ ഫാറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ അബ്ഡോമൻ ഫാറ്റ് കൂടുതൽ, കാരണം അത് പ്രൊലോങ് സിറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് എ സൈൻ ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഡയബറ്റിസ് വരാനുള്ളത് അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരാനൊക്കെ ഉള്ള ഒരു ഇൻഡിക്കേഷനായി മാറും. അങ്ങനെയുള്ളവരപ്പോൾ എന്ത് ചെയ്യണം? ഒക്കേഷണലി നിൽക്കുക, ഇരിക്കുക, അല്ലെങ്കിൽ കസേരയിൽ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. അത് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അതൊരു മേജർ ഫാക്ടറാണ്. IT ഫേമിലുള്ളവർക്ക് എപ്പോഴും സിസ്റ്റത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു ദിവസം 2 ദിവസമല്ല, ദേ ആർ ഡൂയിങ് ദിസ് ഫോർ കപ്പിൾ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് ട്രെയിൻ വരും, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് വരാനുള്ള സാധ്യത, അപ്പർ ബാക്കിൽ ഫൈബ്രോമയാൽജിയ വരാനുള്ള സാധ്യത, ഇതെല്ലാം അവർക്ക് വരുന്നുണ്ട്. അത് നെഗ്ലിജൻസ് പാടില്ല, അതിന് അവയർനെസ്സും വേണം അഗെയിൻ. അപ്പോൾ ഇങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കണം. കുറച്ച് നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യണം, ഇടയ്ക്കൊന്ന് അനക്കണം. നെക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് തന്നെ സാധനമുണ്ട്. കുട്ടികൾ കൂടുതൽ കുട്ടികൾ തന്നെയുള്ള അഡൽട്സ് ആണെങ്കിലും ഒരു പൊസിഷനിൽ തന്നെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആകുമ്പോൾ ഇറ്റ് ക്യാൻ എഫക്റ്റ് യുവർ സർവൈക്കൽ സ്പൈൻ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ ഇപ്പം നമ്മൾ വീട്ടിലമ്മമാർ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ പറയും, സ്റ്റെപ്പ് കയറുമ്പോൾ മാത്രം ചെറിയ വേദന അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ മാത്രം ചെറിയ വേദന. ദാറ്റ്സ് എ സൈൻ. ബോഡി ഒരിക്കലും പെട്ടെന്ന് ഷട്ട് ഡൗൺ വരില്ല, ഒരു സൈൻ തരുന്നതാണ്. ആ സൈൻ ഇഗ്നോർ ചെയ്യാതിരുന്നാൽ മതി. അതൊക്കെ ഒരു സൈനാണ്. കുറേ നേരം നടന്നു കഴിയുമ്പോൾ, ഒരു കല്യാണത്തിനോ ഫംഗ്ഷനോ പോയി കുറേ നേരം നിന്ന് കഴിയുമ്പോൾ നടുവേദന, അതൊക്കെ കാണിക്കണം. അങ്ങനത്തെ കാര്യങ്ങളിനെ നെഗ്ലക്റ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഓക്കെ. ഈ ഫ്രാക്ചർ ഹീലിംഗ് എങ്ങനെ നമുക്ക് വേഗത്തിലാക്കാൻ പറ്റും? ഈ സപ്ലിമെൻറ്റ്സ് അതിനെ സഹായിക്കും എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഫ്രാക്ചർ ഇറ്റ് വിൽ ഹീൽ ബൈ ഇറ്റ്സ് ഓൺ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രാക്ചർ ഹീലിങ്ങിനെ ഡിലേ ആക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്പർ 1 ആണ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഇതുള്ളവർ അത് നിർത്തിയാൽ തന്നെ അതിൻ്റെ നോർമൽ പ്രോസസ്സിൽ പോവും. ഫ്രാക്ചർ ഹീലിംഗ് ടേക്സ് പ്ലേസ് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ്. അതിന് പല പ്രോസസ്സുണ്ട്. അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് വേണ്ട പ്രോപ്പർ റെസ്റ്റ്, ഇമ്മൊബിലൈസേഷൻ, ആവശ്യത്തിന് നല്ല പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക. ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഡിയോ കാൽഷ്യമോ ഒക്കെ കഴിക്കാം. ഞാൻ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ കാൽഷ്യം വൈറ്റമിൻ ഡി കൊടുക്കില്ല ഒരു 50 വയസ്സിൽ താഴെയുള്ള ഒരാൾക്കാണെങ്കിൽ. കാരണം ഇറ്റ് വിൽ ഹാപ്പൻ. അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞാൽ മതി. ഫ്രാക്ചർ ചെയ്ത് ഒരാൾ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡിലേഡ് ഹീലിങ്ങിലേക്ക് പോകും, ചിലപ്പോൾ ഒരു ഡിലേഡ് യൂണിയനിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഫ്രാക്ചറൊക്കെ ഹീൽ ചെയ്തോളും, വലിയ പ്രശ്നമൊന്നുമില്ല. നോർമലായിട്ട് തന്നെ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്: കാൽഷ്യോ, വൈറ്റമിൻ ഡി, പ്രോപ്പർ വാട്ടർ ഇൻടേക്ക്, പ്രോട്ടീൻ ഇൻടേക്ക്, പ്രോപ്പർ ഇമ്മൊബിലൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിൽ ദ്രോഹമുള്ള കാര്യം അവോയ്ഡ് ചെയ്താൽ മാത്രം മതി. അതാണ് മെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ കാലിനൊക്കെ എന്തെങ്കിലും നീര് പറ്റി കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. അവിടെ ചൂടുള്ളത് എന്തെങ്കിലും വെക്കണോ അല്ലെങ്കിൽ തണുപ്പ് വെക്കണോ എന്നുള്ളത് പല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ അഭിപ്രായവും ശരിയാണ്. അതിലുള്ളത് ക്ലാസിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്പോർട്സിലേ നിങ്ങൾ ആരെങ്കിലും ചൂട് വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ. എന്താ അവർക്കൊക്കെ അറിയാത്തതുകൊണ്ടാണോ ചൂട് വെക്കാൻ പാടണം അല്ലെങ്കിൽ ചൂട് വെക്കണം, ഐസ് വെക്കാൻ പാടില്ല എന്ന്? അപ്പോൾ എന്താണ്, ഒരു സ്പോർട്സ് ഇഞ്ചുറി വരുമ്പോൾ അത് അക്യൂട്ട് ഇഞ്ചുറിയാണ്. ആ ഇഞ്ചുറിയുടെ ഏരിയയിൽ പെട്ടെന്ന് പെയിൻ കുറയ്ക്കാൻ, നമ്പാക്കാനായിട്ട് ഐസ് വെക്കും. ഇൻഫ്ലമേഷൻ കുറയും. അപ്പോൾ എന്ത് പറ്റും? സ്വെല്ലിങ് കൂടാതിരിക്കും ആൻഡ് പെയിൻ റിലീഫ് വരും. അതാണ് അക്യൂട്ട് ഇഞ്ചുറീസ്. ക്രോണിക് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമായിട്ടുള്ള അമ്മമാർക്ക് കുറേ നാളായിട്ടുള്ള മുട്ടുവേദന, അതിൽ ഐസ് വെച്ചാലൊന്നും ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് സൂത്തനിങ് എഫക്റ്റ് കിട്ടണം, ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് കൂടണം, ഇൻഫ്ലമേഷൻ കുറച്ച് വ്യത്യാസം വരുമ്പോൾ പെയിനും കാര്യങ്ങളും കുറേ, അതിന് ചൂട് വെക്കണം. പിന്നെ ചില ഇഞ്ചുറീസിൽ ചൂടും തണുപ്പും മാറി മാറി വെക്കണം.
അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അതല്ലാതെ ചൂട് വെക്കുന്നത് തെറ്റാണെന്നോ ഐസ് വെക്കുന്നത് ശരിയാണോ അത് മാത്രമാണെന്നുള്ളതല്ല. ഏത് കണ്ടീഷൻ ഏതാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ക്രോണിക് കണ്ടീഷൻസിന് കൂടുതലും ചൂട് വെക്കാനും അക്യൂട്ട് ഇഞ്ചുറീസ്, സ്പോർട്സ് ഇഞ്ചുറീസിനൊക്കെ ഐസ് വെക്കാനാണ് പറയുക. ഇപ്പോൾ ഒരു പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. പുറ്റിയുടെ അടിയിൽ വരുന്ന ചെറിയ വേന, അതിന് ചൂട് ഐസ് മാറി മാറി വെക്കണം. ഷോൾഡർ ഇഞ്ചുറീസ് ഉണ്ട്, ഫ്രോസൺ ഷോൾഡർ, റൊട്ടേറ്റർ കഫിൻ്റെ ടെൻഡനൈറ്റിസിനൊക്കെ അതിനൊക്കെ ചൂട് ഐസ് മാറി മാറി വെക്കണം. കുറച്ച് നേരം ചൂട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഐസ് വെക്കണം. അപ്പം ഇങ്ങനത്തെ ഏതെവിടെ ഉപയോഗിക്കണം എന്നനുസരിച്ചിരിക്കും. ഓക്കെ. ഇപ്പോൾ ചില സ്പോർട്സ് താരങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ ചില ഇഞ്ചുറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്യത്തില്ല, അത് നെഗ്ലിജിബിളായിട്ട് അങ്ങ് വിടുകയും ചെയ്യും. പക്ഷെ അത്തരം ഇഞ്ചുറീസ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും കേസുകൾ വരുന്നത് ഏറ്റവും കൂടുതൽ എന്താ? ആ പറയുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി വൈസ് ഉണ്ട്. പ്രൊഫഷണലിസത്തിൻ്റെ താഴെയുള്ളവരെ അങ്ങനെ വെക്കുകയുള്ളൂ. പ്രൊഫഷണൽസ് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യില്ല. ഇന്ന് അല്ലെങ്കിൽ അവർക്ക് പ്രയർ ഹിസ്റ്ററി ഉണ്ടാവും, അവർക്കറിയാം ഇത് പറ്റിയിട്ട് ഞാൻ പണ്ട് കൊണ്ട് നടന്ന് എനിക്കിത് ഇഞ്ചുറി ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെപ്പോഴും ആദ്യം തന്നെ വന്ന് കാണും. അതാണ് ആ പ്രൊഫഷണലിസം. ആ പ്രൊഫഷണൽ അല്ലാതെ താഴെ കഴിക്കുന്നവർ എന്ത് വിചാരിക്കും, ഇത് ഇന്നല്ലെങ്കിൽ നാളെ റിക്കവറി വരും. അത് ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ടും അത് മാറുന്നില്ലെങ്കിൽ കാണിക്കണം. അല്ലെങ്കിൽ അത് ബോഡി കാണിക്കുന്ന അഗെയിൻ സൈനാണ്, നിങ്ങൾക്ക് വയ്യ, അത് ഇഗ്നോർ ചെയ്യരുത്. അതൊരു കപ്പിൾ ഓഫ് ഡേയ്സ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡോംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പ്രെയിൻ ആയിക്കോട്ടെ, ദിസ് ക്യാൻ വെയിറ്റ് ടിൽ മേ ബി 7 days 10 days. ആഫ്റ്റർ ദാറ്റ് ഡോണ്ട് ഇഗ്നോർ, ഗെറ്റ് എ കൺസൾട്ടേഷൻ. ഒരു ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ട് എന്താണെന്ന് നോക്കും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, റീഅഷുറൻസ് മതി. ആ ഡോക്ടർ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അത് നോക്കി കഴിയുമ്പോൾ അത് റെഡിയാവും. അപ്പോൾ അത് കാണിക്കാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ട്രീറ്റ്മെൻറ്റ്സ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്യൂ ഡേയ്സ് ഒക്കെ ചെയ്യാം, പക്ഷേ അതൊരു കപ്പിൾ ഓഫ് ഡേയ്സോ വീക്സോ ആയാൽ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളതാണ് ക്രോണിക് ഇഞ്ചുറീസിലേക്ക് പോവുക. ഇനിയുള്ള കാലഘട്ടത്തിലെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ റീജനറേറ്റീവ് മെഡിസിനിൽ എന്തൊക്കെ റെവല്യൂഷനൊക്കെ സംഭവിക്കും എന്നാണ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഒരു റീജനറേറ്റീവ് മെഡിസിൻ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ടാബ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ദേ ആർ ദി ഇൻവെൻറ്റേഴ്സ്. 2.5% ഉണ്ടാവും. ഏർലി അഡാപ്റ്റേഴ്സ് ഉണ്ട്. ഏർലി അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലതാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഫോളോ ചെയ്യുന്നവർ ഒരു 13% പേരുണ്ടാവും. ആൻഡ് ലേറ്റായിട്ട് അറിയുന്നവരുണ്ട്. അതിൽ തന്നെ ഏർലി, ആ ലേറ്റ് കമ്മേഴ്സിൽ ഏർലി ആയിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് നല്ലതാണെന്ന് അറിയും. ചിലവർ ലേറ്റ് ആയിരിക്കും, കുറേ എല്ലാം കഴിഞ്ഞ് ഒരു ഫ്യൂ ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും അവർ അറിയുന്നത്, ഇത് അന്നേ ചെയ്യായിരുന്നു, അന്ന് ഞാൻ കേട്ടായിരുന്നു. ചിലവർ നെഗ്ലിജൻസ് ഉണ്ട്. ഇത് എത്രയായാലും അവർ ഔട്ട്ഡേറ്റഡ് ആവും. അതേപോലെയാണ് റീജനറേറ്റീവ് മെഡിസിൻ ഇസ് ഗോൺ ബി ദ ഫ്യൂച്ചർ. ഓവർ ദ couple of years you will start knowing what is authentic regenerative medicine. അത് ഫോളോ ചെയ്യുക, നല്ലതാണ്. ഫോളോ ദ ഇൻഡിക്കേഷൻസ്, ഏതെവിടെ ചെയ്യണം, ആർക്ക് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. ആ കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്സ് ആൻഡ് ദിസ് വിൽ ഗ്രോ. ബിക്കോസ് ഇനി വരാൻ പോകുന്നത് എന്താണ്, ഇപ്പം ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പുണ്ട്. പ്രസിഡൻറ്റ്, ചൈനയുടെ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റ് അവരെ ഒരു മീറ്റിങ്ങിന് കണ്ടപ്പോൾ അവരുടെ എന്തോ ഇതിലൊരു അവരുടെ റെക്കോർഡിങ്ങിലായിരുന്നോ മൈക്രോഫോണിൽ നിന്ന് ലീക്കായതാണോ, ദേ ആർ ഡിസ്കസിങ് അബൌട്ട് ഇൻക്രീസിങ് ദ റീച്ച്, ഇമ്മോർട്ടാലിറ്റിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ്സ് ഓൾ റീജനറേറ്റീവ് മെഡിസിൻ, ജെനറ്റിക്സ്, ജീൻ തെറാപ്പി, അല്ലെങ്കിൽ ജീൻ നമ്മുടെ അതിൻ്റേതായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അത് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ തന്നെയാണ് റീജനറേറ്റീവ് മെഡിസിൻ. ഇത് ഇവോൾവ് ചെയ്യും, പക്ഷേ ഇതിനൊരു സ്പൈക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ താഴെ വരും. ദെൻ ഇറ്റ് വിൽ കം ആസ് എ നോർമലൈസ്ഡ് തിങ് ആയിട്ട് വരും. യു കാൺ ജസ്റ്റ് ഇഗ്നോർ ദിസ്.